എന്തുകൊണ്ടായിരിക്കാം എനിക്ക് ക്രിസ്മസിനോട് ഇത്ര വലിയൊരു അറ്റാച്ച്മെൻറ്റും എൻ്റെ ഫേവറേറ്റ് സീസണായി മാറിയത്? അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇറ്റ്സ് ഹൗ മാജിക്കൽ മൈ പേരൻസ് യൂസ് ടു മേക്ക് മീ ഫീൽ ഡ്യൂറിങ് ക്രിസ്മസ്. തക്കിട്ടൂന് അതേപോലത്തെ ഒരു മാജിക്കൽ ത്രില്ലുണ്ട് എല്ലാ വർഷവും. സാന്റയ്ക്കുള്ള എഴുത്ത് എഴുതും, ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതും. എന്നിട്ട് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഫുൾ വീട്ടിൽ തപ്പും എവിടെയാണ് സാന്റ ഗിഫ്റ്റ് ഒളിപ്പിച്ചതെന്ന് കാണാൻ. എന്നാൽ എൻ്റെ സാന്റയുമായിട്ടാണ് ഞാൻ പോണത് ക്രിസ്മസ് ഷോപ്പിംഗ് കേട്ടോ. ഒത്തിരി വെറൈറ്റി ഉണ്ട്. ആർട്ട് ഓഫ് ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിലാണ് നമ്മൾ ആദ്യം പോയത്. തക്കിട്ടൂൻ്റെ വലിയ ആഗ്രഹമാണ് ഇത്തവണ ഒരു ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ വീട്ടിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇതുവരെ അതിൽ ഓക്കെ പറഞ്ഞില്ല. പക്ഷേ ഇപ്പം എൻ്റെ പ്ലാൻ അവളെ ഞെട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ്സും ഒക്കെ കിട്ടി. നമ്മൾ നേരെ അടുത്ത സ്ഥലം സുക്കോയോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഷോപ്പിൽ പോയി. മാക്സിമം വെറൈറ്റി പിടിക്കാമെന്നായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഇതെല്ലാം ഒരു കൺഫ്യൂഷൻ ആട്ടോ. പിന്നെ സെറാമിക്സിലും കൂടെ പോയിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടി ഞാൻ റെഡിയായി തക്കിട്ടൂൻ്റെ സർപ്രൈസിന് വേണ്ടിയിട്ട്. പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം മാറ്റാൻ ഞാനും ജിമ്മിയും കയറിയത് ബുലോഞ്ചറി ആർട്ട് കഫേ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു 2D കഫേയിലായിരുന്നു കേട്ടോ. എനിക്കവിടെ വൻ പ്ലാനിങ് ആയിരുന്നു എങ്ങനെ തക്കിട്ടൂനെ ഞെട്ടിക്കാം എന്നുള്ളത്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് സംഗതി കേൾക്കുമോ?